എടുക്കണം. ഞാൻ ഫുഡ് പ്രശ്നമില്ല. എന്താ കറക്റ്റായത്? ഗ്ലാസ് വലുതായി. അടിപൊളി. ഗ്ലാസ് ചെറുതാണെങ്കിലും രുചി അത് വലുതാണ്. സുഹൃത്തുക്കളെ, ഗ്യാസ് ഇല്ലാത്തതിന്റെ ക്ഷാമം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. കാരണം ഏത് ഹോട്ടലുകളിൽ ചെന്നാലും 3 വട 100 രൂപ. ആലോചിച്ച് നോക്കണം നിങ്ങള്. അങ്ങനെ എല്ലാത്തിന്റെ റേറ്റ് ഇങ്ങനെ. ഇത് ഗോവയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി മറ്റ് സ്റ്റേറ്റുകളിൽ പോയാൽ നിങ്ങൾ അനുഭവിക്കും. അങ്ങനെ ഇതൊക്കെയാണ് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥ. നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? മണ്ടോ ഗോവലെണ്ണല്ലോ. ഗോവയിൽ എടുക്കാൻ അങ്ങനെയല്ല കൂട്ടാ. ഓൾഡ് ഗോവ. ഗോവ 2 ടൈപ്പ് ഉണ്ട്. സൗത്ത് ഉണ്ട്, നോർത്ത് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ന്യൂ ഉണ്ട്. ഓൾഡ് ഗോവക്കാണ് പോകുന്നത്. ഓൾഡ് ഗോവയിൽ എന്താണ് ഉള്ളത്? ഓൾഡ് ഗോവയിൽ കോട ഫോർട്ടിലേക്കാണ് ഇപ്പൊ പോകുന്നത്. അവിടെ ശാന്തമായ ഒരു ബീച്ച് ഉണ്ട്. ചരിത്രപരമായ ഒരുപാട് കാഴ്ചകളും ചരിത്രപരമായ ഒരുപാട് പഠിക്കാനുള്ള ഒരു പഠനാർഹമായ ഒരു സ്ഥലമാണ് അക്വാഡ ഫോർട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പൊതുവെ വിചാരിക്കുമ്പോൾ ഗോവ എന്നുള്ളത് ഒരു ബീച്ച് അല്ലെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമായിട്ട് നിങ്ങൾ കരുതാൻ പാടില്ല. ഗോവ എന്നുള്ളത് ഒരുപാട് ചരിത്രപരമായ പോകാൻ വേണ്ടി സുഹൃത്തുക്കൾ, അങ്ങനെ പോകാൻ വേണ്ടി റെന്റിന് സ്കൂട്ടി എടുത്തപ്പോ നല്ല പണി കിട്ടി. സ്റ്റാർട്ട് ആവുന്നില്ല. അങ്ങനെ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഗോവയിൽ റെന്റിക്ക് വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ചെക്കൊക്കെ ചെയ്യണം. എല്ലാം പണി കിട്ടും. ഇതാ കണ്ടില്ല അവസ്ഥ. അങ്ങനെ നടു റോട്ടില് എവിടേക്കും പോകാൻ പറ്റാതെ ഇങ്ങനെ ബാക്കിയായിരിക്കുകയാണ്. പിന്നെ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നപ്പോ ഒരു റേറ്റ് ചോദിക്കുമ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോ അവന്റെ വാപ്പാന്റെ പ്രോപ്പർട്ടി അത്രയില്ല, അതുകൊണ്ട് 200 രൂപ കൊടുക്കണം അവന്റെ. ഇത് പൈസ ഉണ്ട് എങ്ങനെ ഫോട്ടോ എടുക്കാന്? അങ്ങനെ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭയങ്കര ഊമ്പിക്കണം എല്ലാത്തിലും. മനസ്സിലാ? വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്. പിന്നെന്ത്, ഓരോ വണ്ടി വാങ്ങുമ്പോ ഒരാൾ ഒരു ദിവസത്തിന് എന്ത് പറയും? 1200 ഒക്കെ പറയും. അന്ന് നോക്കി കണ്ട നല്ലോണം ബാർഗിങ് ചെയ്യാം. അപ്പൊ കൊറോടിക്ക് നമുക്ക് റെന്റിന് വണ്ടി കിട്ടും. ഒരു ചുരുങ്ങിയത് 400 രൂപക്കെങ്കിലും വണ്ടി കിട്ടും. പിന്നെ അതിനിപ്പോ ഫോട്ടോ ഷൂട്ടിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ നമ്മുടെ മാച്ചു. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. എവിടേക്കാണ്? അഗോഡ ഫോർട്ട്. അങ്ങനെ ഗോവയിൽ പെട്രോൾ അടിക്കാൻ വന്നപ്പോ പെട്രോൾ പമ്പിലുള്ള ആളുകൾ നിങ്ങൾ കാണേണ്ടതാണ്. അമ്പര ചുംബികളെ പോലെ ഞാൻ വെട്ടിപ്പിളർന്നു അമിതമായി. ഇത് തേങ്ങയുടെ പറയുന്നത് ഉള്ളു തിരക്ക്, ഒരു രക്ഷയില്ല. ഗോവയിൽ കുറച്ച് സ്ഥലം കാണാൻ ചിലർ റെന്റിന് വണ്ടി എടുത്ത് പോകുമ്പോ പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പ് കയറുമ്പോ ഫുള്ള് തിരക്ക്. കണ്ടോ? നിങ്ങൾ എന്നെ കണ്ടോ? ഫുള്ള് തിരക്ക്. നമ്മ പിന്നെ പ്രോ നോക്കലോ ഈരൊരു വീഡിയോ ആക്ക് ഭായി. എന്താ അവിടെ സ്ലോ മോഷൻ ആക്കണം. ഫുള്ള് അങ്ങനെ അഗോഡ ഫോർട്ട് നമ്മ എത്തി. പിന്നെ ഇടയ്ക്ക് വരുന്നവരൊന്നും ശ്രദ്ധിക്കണം. എന്തെങ്കിലേ കാറിലും പിന്നെ ബൈക്കിലോ സ്കൂട്ടിലോ ഇങ്ങനെ വരുന്നവർ
പാർക്കിംഗ് ഫീ ഉണ്ട്, സ്കൂട്ടിക്ക് 50, പിന്നെ കാറിന് 100 വരുന്നത്. ഓക്കെ. പിന്നെ അഗോഡ ഫോർട്ടിൽ എത്തുമ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നോക്കും ഫുള്ള് ആൾക്കൂട്ടം. ടിക്കറ്റ് കിട്ടാൻ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് മസ്താണ്, ഇതൊരു ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ഇപ്പോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ടിക്കറ്റ് കിട്ടിയ പിന്നെ നമുക്ക് എന്താക്കാം, ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ അഗോഡ ഫോർട്ടിൻ്റെ ഫുള്ള് ചരിത്രം നിങ്ങളെ വ്ലോഗിൽ ഉൾപ്പെടുത്തും. ഓക്കെ. ഗോവയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് അഗ്വാഡ ഫോർട്ട്. അറബിക്കടലിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും പോർച്ചുഗീസ് ചരിത്രവും ഒത്തുചേർന്ന ഒരിടം. 1612 പോർച്ചുഗീസുകാർ ഈ കോട്ട നിർമ്മിച്ചത്. ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും കപ്പലുകൾ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഈ പേരിന് പിന്നിൽ അഗ്വാഡ എന്ന പോർച്ചുഗീസ് വാക്കിൻ്റെ അർത്ഥം വെള്ളം എന്നാണ്. കപ്പലുകൾക്ക് ശുദ്ധജലം നൽകുന്ന ഒരു വലിയ സംഭരണി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ലൈറ്റ് ഹൗസ്. ഇവിടുത്തെ പഴയ ലൈറ്റ് ഹൗസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടുത്തെ സൂര്യാസ്തമയം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അറബിക്കടലിൻ്റെ തിരമാലകളെ സാക്ഷി നിർത്തി 400 വർഷത്തിലേറെയായി തല ഉയർത്തി നിൽക്കുന്ന ഈ കോട്ട പോർച്ചുഗീസ് വാസ്തുതയുടെ വിസ്മയമാണ്. പണ്ടുകാലത്ത് കപ്പലുകൾക്ക് ദിശ കാണിക്കാനും ശുദ്ധജലം നൽകാനും ഉപയോഗിച്ചിരുന്ന ഈ ഇടം ഇന്ന് വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. ഗോവയിൽ വരികയാണ് എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചരിത്രഭൂമിയാണ്. 17-ാം നൂറ്റാണ്ടിൽ 1612 പോർച്ചുഗീസുകാരൻ ഈ കോട്ട നിർമ്മിച്ചത്. ഡച്ചുകാരുടെയും മറാത്തകളുടെയും ആക്രമണങ്ങളിൽ നിന്ന് ഗോവയെ സംരക്ഷിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അറബിക്കടലിൻ്റെ തീരത്ത് മനോഹരമായ ഒരു കുന്നിൻ മുകളിൽ ഇത് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയ്ക്കുള്ളിൽ ഏകദേശം 20 ലക്ഷം ഗാലൻ ശുദ്ധജലം സംഭരിക്കാൻ ശേഷിയുള്ള വലിയൊരു ടാങ്കുണ്ടത്ര. കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ഇവിടെ നിന്ന് ശുദ്ധജലം നൽകാറുണ്ടായിരുന്നു. അതുപോലെ ഇവിടുത്തെ കാഴ്ചകൾ അറബിക്കടലിൻ്റെയും മന്ദാവി നദി സംഗമിക്കുന്നതിൻ്റെയും അതിമനോഹരമായ കാഴ്ച ഇവിടെ നിന്ന് ആസ്വദിക്കാം. അതേപോലെ തന്നെ അഗ്വാഡ ജയിൽ. ഈ കോട്ടയുടെ ഒരു ഭാഗം പണ്ട് ജയിലായി ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലുകളിൽ ഒന്നായിരുന്നു ഇത്. ഇപ്പോൾ ഇതൊരു മ്യൂസിയമായി മാറ്റിയിട്ടുണ്ട്. സന്ദർശകർ ശ്രദ്ധിക്കാൻ, സമയം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സന്ദർശന സമയം. സ്ഥലം വടക്കൻ ഗോവയിലെ കണ്ടോലിയം ബേസിന് അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗായ്സ്, ഈ റോഡൊന്ന് നിങ്ങൾ നോക്കല്ലോ. ഈ റോഡിന്റെ ഉദ്ദേശം എന്ത്? ഇത് അതേ എടുക്കുക, റൗണ്ട് എടുത്താൽ മതി. ഇനി എവിടേക്കാണ് പോകുന്നത്? അഞ്ജന ബീച്ച്. ലെറ്റ്സ് ഗോ അഞ്ജന ബീച്ച്. അങ്കുണ ബീച്ച്. നിക്ക് സുമ്മാടെ നിക്ക്.